ലങ്കാവിക്ക് ഒരു യുവതിയുടെ കണ്ണുനീരിൽ കുതിർന്ന കഥ പറയാനുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ മലേഷ്യൻ ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഞങ്ങളെ ഗ്രൂപ്പിലെ 6 പേരെത്തിയിട്ടുണ്ട്. ഇനി 6 പേരും കൂടെ വരണം. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഗ്രൂപ്പിലെ ഏകദേശം എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഐ ലവ് തിരുവനന്തപുരം. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡിവനിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ ഈ ഡിപ്പാർച്ചർ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇനി 11:45 ബോർഡിങ്. അതുവരെ സമയം കൊല്ലണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഒന്ന് കാണാം. ഇവിടെ ഒരു ബാറ്, ഇവിടെയൊക്കെ കുറച്ച് ഷോപ്പിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. നമ്മളെ ട്രിവാൻഡ്രം എയർപോർട്ട് ചെറിയ എയർപോർട്ടാണ്. മറ്റ് ദുബായ്, സിംഗപ്പൂരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം ഇവിടെ ചില കൊച്ചു ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇത് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ടെർമിനൽ 2 ആണ്, അതായത് ഇൻ്റർനാഷണൽ ടെർമിനൽ. ഇത് 2011 മാർച്ചിലാണ് തുറന്നത്. ഇതുവഴിയുള്ള എൻ്റെ 2ാമത്തെ യാത്രയാണ്. ആദ്യത്തെ യാത്ര 2011 ഇത് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ലോഞ്ചാണ്. ഞങ്ങളിൽ ചിലരുടെ ക്രെഡിറ്റ് കാർഡിന് ഇവിടെ ഫ്രീ ആക്സസ് ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് കുട്ടികളും കുറച്ച് മുതിർന്നവരും അതിനകത്ത് കയറി കുറച്ച് വിഭവങ്ങളൊക്കെ രുചിച്ച് നോക്കി. എന്തായാലും ഞാൻ വീട്ടിൽ നിന്നും കഴിച്ചിട്ട് വന്നതിനാൽ അതിനകത്ത് കയറിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് പോകേണ്ട ഫ്ലൈറ്റ് എത്തിയിരിക്കുകയാണ്. അവനങ്ങനെ പതുക്കെ ആളിനെ ഇറക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ഈ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ മലേഷ്യയിലേക്ക് പോകുന്നത്. ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറുവാൻ പോവുകയാണ്. എയറോ ബ്രിഡ്ജ് വഴി AK-8 കയറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഹൈ സ്പിരിറ്റ്സിലാണ്. ഞങ്ങളെല്ലാവരും അങ്ങനെ ഫ്ലൈറ്റിൽ കയറി സീറ്റുകളിൽ ഇരിപ്പുറപ്പിച്ചു. നേരത്തെ തന്നെ വെബ് ചെക്ക് ഇൻ ചെയ്തിരുന്നതിനാൽ ഞങ്ങൾക്ക് അടുത്തടുത്ത സീറ്റുകളാണ് ലഭിച്ചത്. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. ഇപ്പോൾ നിരവധി പേരാണല്ലോ കേരളത്തിൽ നിന്നും മലേഷ്യയിലേക്ക് സന്ദർശനത്തിന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മലേഷ്യയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നേരെ ഇമിഗ്രേഷനിലേക്ക് പോകണം. കുലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2 നിന്നുള്ള കാഴ്ചകളാണ്. 14 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വരുമ്പോൾ തീരെ സൗകര്യങ്ങളില്ലാത്ത ലോ കോസ്റ്റ് കാരിയർ ടെർമിനൽ എന്ന ടെർമിനലായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി അതിവിശാലമായ KLIA2 എന്ന ടെർമിനൽ ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് വെളിയിൽ വന്ന് ലങ്കാവിയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ ട്യൂൺ ടോക്കിൻ്റെ ഷോപ്പിൽ പോയി അവിടെ നിന്ന് മലേഷ്യൻ സിം വാങ്ങിച്ച് മൊബൈൽ ഫോണിലൊക്കെ ഇട്ടു. കുലാലംപൂരിൽ ഞങ്ങൾക്ക് ഇപ്പോൾ സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റൊക്കെ കണ്ടുപിടിക്കാനുള്ള സമയമില്ല. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഞങ്ങൾ ബണ്ണ്, ബിസ്ക്കറ്റ് ഇവയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ഒരു കോഫി ഷോപ്പിൽ നിന്നും കോഫിയും കൂടെ വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. തിരുവനന്തപുരത്ത് എയർ ഏഷ്യയുടെ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ഞങ്ങളുടെ എംബാക്കുകൾ വെരിഫൈ ചെയ്തു. എന്നിട്ടാണ് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇമിഗ്രേഷനിലും എംബാക്കും പാസ്പോർട്ടും ചെക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫാമിലീസിന് ഒരുമിച്ച് പോകാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ചെറിയ കുട്ടികളാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റൂ. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് പോകേണ്ടി വന്നു. ഞങ്ങൾ ഒരാളുടെ അടുത്ത് മാത്രമേ റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചുള്ളൂ. ബാക്കി എല്ലാവരുടെ അടുത്തും പാസ്പോർട്ടും എംബാക്കും മാത്രമേ ചോദിച്ചുള്ളൂ. ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഞങ്ങൾ
ഉടൻ തന്നെ ബാഗും കളക്ട് ചെയ്ത് ലങ്കാവിക്കുള്ള ഫ്ലൈറ്റ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നു. അവിടെ നമ്മളെ ബാഗെല്ലാം സെൽഫ് ചെക്ക് ഇൻ കിയോസ്കുകൾ വഴിയാണ് നമ്മളെ വിടുന്നത്. അതൊക്കെ കണ്ടുപിടിച്ച് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് ഇതിപ്പോൾ കുലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2 ക്ലിയർ 2 അവിടെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ KLIA 2. എന്നിട്ട് ഇനിയിപ്പം 9:45 ബോർഡിങ് തുടങ്ങും, 10:15 ലങ്കാവിക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ലങ്കാവിയിലേക്ക് ഫ്ലൈറ്റിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറോ ബ്രിഡ്ജ് വഴി അങ്ങനെ പോകുന്നത്. എയർ ഏഷ്യ ഫ്ലൈറ്റ് ചറപറ നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം പലതും യാത്ര തിരിച്ചു കഴിഞ്ഞു. യെസ്, വി ആർ എൻറ്ററിങ് കുലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പറന്നുയരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. വിശാലമായ എണ്ണപ്പനത്തോട്ടങ്ങളാണ് താഴെ. പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ലോകത്ത് 2ാം സ്ഥാനത്താണ് മലേഷ്യ. കൃഷിക്ക് പുറമെ ഖനനം, ഹൈടെക് ഇൻഡസ്ട്രി എന്നിവയെല്ലാം മലേഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നു. ഞാൻ മകളുടെ വിൻഡോ സീറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ഉറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നതിനാൽ അവളെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ അവളുടെ സീറ്റ് കൈയടക്കിയിരിക്കുകയാണ്. മേഘമാലകൾ ഒഴുകി നീങ്ങുന്ന തെളിഞ്ഞ ആകാശം. ഇപ്പോൾ വിമാനം കടലിന് മുകളിലൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. താഴെ ആൻഡമാൻ സീയാണ്. മേഘങ്ങളുടെ ഇടയിലൂടെ കുറച്ച് കാഴ്ചകൾ, വെള്ളത്തിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. വിമാനം ലങ്കാവിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ആൻഡമാൻ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന 99 ദ്വീപുകളടങ്ങിയ ഒരു ദ്വീപ സമൂഹമാണ് ലങ്കാവി. ഇതിൽ ഏറ്റവും വലുതായ പുലു ലങ്കാവിയിലാണ് മിക്കവാറും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. ഏകദേശം 600 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ ദ്വീപിന്. അകലെ ലങ്കാവി ദ്വീപസമൂഹം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായതിനാൽ ധാരാളം വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. കയാക്കിങ്, പിന്നെ ജെറ്റ് സ്കീ റൈഡിങ്, അതുപോലെ പാരാസെയിലിംഗ്, അങ്ങനെ നിരവധി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവയിൽ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പറ്റുമോ എന്ന് നോക്കാം. ലങ്കാവിക്ക് ഒരു യുവതിയുടെ കണ്ണുനീരിൽ കുതിർന്ന കഥ പറയാനുണ്ട്. മഹസൂരി ലങ്കാവിയിൽ വസിച്ചിരുന്ന അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു. ലങ്കാവി പട്ടാള നായകനായിരുന്നു മഹസൂരിയുടെ ഭർത്താവ്. മഹസൂരിയുടെ സൗന്ദര്യത്തിൽ അസൂയാലുവായ ഗ്രാമമുഖ്യൻ്റെ ഭാര്യ അവളുടെ ഭർത്താവ് യുദ്ധത്തിന് പോയിരുന്ന സമയത്ത് മഹസൂരിക്ക് പരപുരുഷ ബന്ധം ആരോപിച്ച് അപവാദ പ്രചരണം നടത്തി. ഗ്രാമമുഖ്യനെ കൊണ്ട് അവർ വധശിക്ഷ വിധിപ്പിച്ചു. വാളിൻ്റെ വെട്ടേറ്റ് വീണ നിരപരാധിയായ മഹസൂരി അവളുടെ അവസാന ശ്വാസത്തിൽ 7 തലമുറക്കാലം ലങ്കാവിക്ക് ഗതി പിടിക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു. അവളുടെ ചോര വീണ സമയം ലങ്കാവിയുടെ ചുറ്റുമുള്ള കടൽ വെള്ളം ചുമന്നെന്നും രാക്ഷസ തിരമാലകളുണ്ടായെന്നും ഐതിഹ്യം. എന്തായാലും അതിനുശേഷം ലങ്കാവിക്ക് കഷ്ടകാലമായിരുന്നു. വിദേശാക്രമണങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും കാരണം ലങ്കാവി തകർന്നടിഞ്ഞു. നിരവധി തലമുറകൾക്കു ശേഷം 1990കളിൽ ടൂറിസം പച്ചപിടിച്ചതോടെയാണ് ലങ്കാവിക്ക് പുരോഗതി ഉണ്ടായി തുടങ്ങിയത്. മഹസൂരിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഒരു മ്യൂസിയം ഇന്ന് ലങ്കാവിയിലുണ്ട്. നമ്മുടെ എയർ ഏഷ്യ വിമാനത്തിൻ്റെ പൈലറ്റ് വളരെ സ്മൂത്തായി വിമാനം ലങ്കാവി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിച്ചിരിക്കുന്നു. ഇതൊരു ചെറിയ എയർപോർട്ടാണ്. എയറോ ബ്രിഡ്ജ് ഒന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് പല ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസിലേക്കും വിമാനങ്ങളുണ്ട്. നമ്മുടെ ഇൻഡിഗോയ്ക്ക് ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസുണ്ട്. എയർ ഏഷ്യയ്ക്ക് പുറമെ മലേഷ്യൻ എയർലൈൻസ്, ഫയർഫ്ലൈ, ഫ്ലൈ ദുബായ്, ഇൻഡിഗോ, സ്കൂട്ട് തുടങ്ങിയ വിമാന കമ്പനികൾ എല്ലാം ഇവിടേക്ക് സർവീസ് നടത്തുന്നു. അതുകൊണ്ട് ലങ്കാവി വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. വിമാനം ഇറങ്ങി യാത്രക്കാർ ടെർമിനലിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ
എല്ലാവരും എത്തുവാൻ വേണ്ടി കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. വെൽക്കം ടു ലങ്കാവി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ചെക്ക് ഇൻ ബാഗുകളൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ Airbnb വഴി ബുക്ക് ചെയ്ത ഓഷൻ വ്യൂ റെസിഡൻസ് എന്ന അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. ഇനി അവിടേക്ക് പോകണം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മനോഹരമായ ലങ്കാവി കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണാം.